വൈകുന്നേരം 4 മണിക്കാണ് കേട്ടോ കല്യാണം എല്ലാം നിക്കാഹാണ്. അപ്പോൾ നിക്കാഹിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് നിങ്ങൾ കാണുന്നതൊക്കെ. അപ്പോൾ ആദ്യം തന്നെ മക്കളൊക്കെ ഒന്ന് മേല് കഴുകി വൃത്തിയാക്കി അവർക്കൊക്കെ പുതിയ പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് സുന്ദരിമാരൊക്കെ ആക്കി നിർത്തിയതിന് ശേഷമാണ് ഞങ്ങൾ മാറ്റാൻ ഒരുങ്ങിയത്. അങ്ങനെ ഞങ്ങളുടെ മാറ്റലൊക്കെ ഇവിടെ കഴിഞ്ഞപ്പോഴേക്കും ഞാനും നുജുവും മുന്നിലൊക്കെ സുന്ദരന്മാരായി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത ഞങ്ങൾ ഈ ഒരു രൂപത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 വണ്ടികളിലായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഒന്ന് നുജുമിൻ്റെ വണ്ടിയിലും ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വണ്ടിയിലും. എൻ്റെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. മൂപ്പരെത്തിയതിന് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ 4 മണിക്ക് ആയതുകൊണ്ട് തന്നെ ആ സമയത്ത് എത്തുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നിക്കാഹ് കാണണമല്ലോ. പക്ഷേ അവിടെ എത്തി ഞങ്ങൾ ആ ചെന്നുള്ള സമയം തന്നെ നിക്കാഹ് നടക്കുകയായിരുന്നു. അതുകൊണ്ട് അത് നല്ല രീതിയിൽ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ പുതുവണ്ണി ഞങ്ങളുടെ പിന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ പുതുവണ്ണിനെയൊക്കെ കണ്ട് കൊണ്ടുപോകുന്നതും സ്റ്റേജിൽ കയറ്റുന്നതും ഫോട്ടോ എടുക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡായിരുന്നു. ഫുഡൊക്കെ നല്ല തട്ടിയതിന് ശേഷം ഒരു 8:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരുവിധം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയ കാരണം ഞങ്ങൾ ഇന്ത്യൻ മാളിൽ 8:45 ഫിലിമിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പോസിറ്റീവ് കമൻറ്റുകൾ മാത്രം കേട്ട് തുടരും എന്നുള്ള സിനിമക്കാണ് ഞങ്ങൾ പോണത്. അത് കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അതും സാധിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പോപ്കോണും ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങി തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഒരു 12 മണിയോട് കൂടിയാണ് വീട്ടിലെത്തിയത് കേട്ടോ.